ഭൂമിയും മറ്റു ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ചലനം സൂക്ഷ്മാണുക്കൾ മുതൽ മനുഷ്യരെ വരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്നാണ് അതിനൂതന സംസ്കൃതി ഉദ്ഘോഷിക്കുന്നത്. എന്നാൽ അത് സയന്റിഫിക് തലത്തിൽ അംഗീകരിക്കത്തക്ക ശാസ്ത്രീയ നേട്ടങ്ങളൊന്നും നാം ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. പഴമക്കാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ഗ്രഹങ്ങളുടെ മാറ്റവും പ്രകൃതിയിലെ രൂപമാറ്റങ്ങളും നോക്കിയാണ് പല കാര്യങ്ങളും ചെയ്തു വന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക് പോലും ഗ്രഹങ്ങളുമായും നക്ഷത്രങ്ങളുമായും ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഋതുക്കൾ വരുന്നതും പക്ഷികൾ കൂടുകൂട്ടുന്നതും സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും എന്ന് വേണ്ട മനുഷ്യ മനസ്സിൽ കടന്നുകൂടുന്ന ചലനങ്ങളൊക്കെയും അവയ്ക്ക് പ്രകൃതിയും ഗ്രഹങ്ങളുമായുള്ള ആകർഷണ വികർഷണത്തെ സൂചിപ്പിക്കുന്നു. ഗ്രഹങ്ങളിലും പ്രകൃതിയിലുമുള്ള ഈ മാറ്റവും ഈ ആകാശ തരംഗങ്ങളുടെയും മർമ്മം അന്വേഷിച്ചു പോകുന്ന മനുഷ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത് ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം എന്ന ആ സത്യത്തെയാണ് പരബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ആ പരബ്രഹ്മം എന്ന സത്യത്തെ അംഗീകരിക്കുക, ഉൾക്കൊള്ളുക. അപ്പോൾ നാം ഒന്നുമല്ല എന്നും നമ്മിലെ അഹങ്കാരം എന്ന വികാരം ഇല്ലാതാകുകയും ഒരു ശൂന്യത മാത്രം നമ്മെ വലയം ചെയ്യുന്നതായി തിരിച്ചറിയുകയും ചെയ്യും. ആ സത്യത്തെ ഉണർത്തുക. ആ പരബ്രഹ്മത്തെ അനുഭവിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മെ നയിക്കുന്നത് നാം അറിയാനിരിക്കുന്ന ആ സത്യത്തിന്റെ മുഖമായിരിക്കും. നമ്മെ തിന്മയുടെ പാതയിൽ നിന്നും അകറ്റി നന്മയുടെ പാതയിലേക്കും നയിക്കും. ആ മഹാവിസ്ഫോടനത്തിന്റെ രഹസ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോരുത്തരും ചിലപ്പോഴെങ്കിലും മറന്നു പോകും. നമ്മുടെയൊക്കെ ആയുസ്സിന്റെ ദൈർഘ്യം നമ്മുടെ കൈകളിലല്ലെന്ന്. നമ്മിലെ പരബ്രഹ്മത്തെ തിരിച്ചറിയുക. നമുക്ക് സഞ്ചരിക്കേണ്ടുന്ന വഴി അവിടുന്ന് നിശ്ചയിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഈ വീഡിയോ കാണാൻ കാണിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും നന്ദി.